ഹായ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ നിർത്തിയിട്ടുള്ളത് സൈക്കിൾ വാട്ടർ പമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. സൈക്കിൾ വാട്ടർ പമ്പ് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ വാട്ടർ പമ്പ് ചെയ്യണത് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ മച്ചന്മാർ കുറേ സംശയം ചോദിച്ചിരുന്നു. നമ്മളെ കാൽമുക്ക് വെടി കണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ എയർഗണിൻ്റെ ചെയ്തപ്പോൾ. അപ്പോൾ അത് വീട്ടിലൊക്കെ ആകെ സീനായിട്ട് എന്താ പറയുക, നമ്മൾ സൗണ്ട് ഉണ്ടാക്കില്ല, അപ്പോൾ ആകെ സീനായിട്ടോ. അതാ പെട്ടെന്നാണ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറേ സംശയം തീർന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സൈക്കിൾ വാട്ടർ പമ്പ് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണാണ് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. മറ്റന്മാരെ അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ടച്ചാലാണ്. ഇതിൽ ഓരോ 15 മിനിറ്റിലും നിങ്ങൾക്ക് മണി പ്രഡിക്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ കഴിയുന്നതാട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി കണ്ട് 20 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇതിലൊരു 10 രൂപ മതി നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് UPI വഴിയോ അതുപോലെ തന്നെ ഏത് ബാങ്ക് ട്രാൻസ്ഫർ വഴി ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ 90 രൂപയാണ് മിനിമം വിഡ്രോ ചെയ്യാൻ കഴിയുക. മറ്റന്മാരെ അപ്പോൾ ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആട്ടോ. ഇത് ആൻഡ്രോയിഡും അതുപോലെ തന്നെ ആപ്പിൾ ഡിവൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മച്ചന്മാർ നമുക്ക് ആദ്യം മോട്ടർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളടുത്ത് പഴയ മോട്ടർ ഉണ്ടെങ്കിൽ മോട്ടർ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളടുത്ത് പഴയ മോട്ടർ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ മോട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നേരെ മോട്ടർ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ 160 mm ഒരു ഹാൻഡിക്യാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഓൾഡ് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾഡ് 12 വോൾട്ടിൻ്റെ DC മോട്ടർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യം. ഇനി നമുക്ക് അടുത്തതായി ഈ ഹാൻഡിക്യാപ്പ് കട്ട് ചെയ്യണ്ടോ. ഏകദേശം ഈ ഒരു അളവ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു മാർക്ക് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മാർക്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യണുണ്ടോ. കട്ട് ചെയ്യണോ അവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ മച്ചന്മാരെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ വലിയ PVC പൈപ്പ് ഇങ്ങനെ ഇവിടുന്ന് തൊട്ട് അടി വരെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് പരത്തി എടുക്കാനാണ്, നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു മാർക്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഈ ഹാൻഡിക്യാപ്പിൻ്റെ ഈ ഒരു അളവിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. വയറ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നീർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് തീ കൊടുക്കാം. വയറ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും തീ ഇങ്ങനെ എത്തണം. നമുക്ക് ഇതുപോലത്തെ വലിയൊരു പീസ് അതിൻ്റെ മേലെ വെച്ചെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഏതെങ്കിലും ഒരു പീസ് ഇതിനെ മേലെ വെച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ചൂടായിട്ട്. ഇപ്പോൾ ഇനി മറ്റേ ഈ സൈഡ് നമുക്ക് ചൂടാക്കിയിട്ട് അതിന് ശേഷം വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധനം തപ്പിയപ്പോൾ മുറ്റത്തിന് കിട്ടിയതോട്ടോ ഗൈസ്. ഈ കട്ടത് ഒഴിവാക്കിയതാണ്. അതാണ് ഇതിൻ്റെ ഇതായത് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഒരു സൈഡ് പാടെ കത്തിച്ചെടുക്കട്ടോ. ഈ ഒരു ഭാഗം സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗം സെറ്റ് കാണാൻ പറ്റുണ്ടോ. നേരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതാ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കണം. അപ്പോൾ മച്ചന്മാർ നമുക്കിത് ഇതിൻ്റെ ചുറ്റോറ് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അത് ഈ ഒരു പീസിൽ കട്ട് ചെയ്യേണ്ടി വരില്ലേ? അത് നേരെ കട്ട് ചെയ്തെടുത്തു. മച്ചന്മാരെ അപ്പം നമ്മൾ രണ്ടും വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പാകത്തിനാക്കി എടുക്കുക കേട്ടോ. ഇത് ലീഫ് സെറ്റ് ചെയ്യാനാണ്. ഒന്ന് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെക്കാനാണ്. അപ്പോൾ അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെന്താ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം കേട്ടോ. അപ്പോൾ ഈ ഹോൾ ഇട്ടിട്ടാണ്. അപ്പോൾ മച്ചന്മാരെ ഇതുപോലെ എല്ലാ ഭാഗവും അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ റഫായി ഇരിക്കുമ്പോഴുള്ളൂ നമ്മളെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് എടുക്കുക. ഈ ലീഫ് ഇതിന് ഒട്ടിക്കാനാണ് നമുക്ക് ഇങ്ങനെ റഫാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ലീഫ് ഒട്ടിക്കാം. അപ്പോൾ മച്ചന്മാരെ നമുക്ക് ഇനി ഓരോന്ന് ഒട്ടിക്കാം കേട്ടോ. അതേപോലെ ഒരു 8 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്കിൽ ഒട്ടിക്കാം. നമ്മൾ ഫെവിക്വിക്ക് ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കാം കേട്ടോ. ഫ്ലെക്സ് ക്യൂക്ക് ഫെവിക്വിക്ക് ഇത് ഉപയോഗിച്ചാൽ വേറെ കുറേ കണക്ക് തന്നെയാണ്. നമ്മൾ ഒട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അവസാനത്തെ 2 ഒട്ടിക്കാൻ പോവാണ്. അയ്യോ ഒട്ടിച്ചാൽ കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി സെറ്റ് വരും. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ടോട്ടൽ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ. ഇതാ അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 4 പീസ് ഷേപ്പ് നമ്മൾ ഇതുപോലെ ചതുരത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചേക്കാം കേട്ടോ. നല്ല കട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജെർക്കിങ് ഒക്കെ വരാക്കാണ് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ലീഫിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു പെന്നിൻ്റെ ഫില്ലർ ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ക്രൂവിൽ കയറ്റിയേക്ക് സംഭവം നമ്മൾ അതിൻ്റെ മുമ്പ് നമുക്കിവിടെ വാഷർ ഉണ്ട് കേട്ടോ. ഇവിടെ വാഷറിടാ അതാ വാഷർ. നമ്മൾ ഈ ഒരു വാഷർ സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കിട്ടാൻ മതി. അത് സംഭവം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെക്കുമ്പോൾ അതിൽ കൂടെ ഇങ്ങോട്ട് വരാനായിട്ടോ, ഓവർ ഇങ്ങോട്ട് വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാണിച്ചു തരാം. പിന്നെ നമുക്കിവിടെ സൂപ്പർ ഗ്ലൂ ഈ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒട്ടിച്ചേക്കുക. ഒരുപാട് കഴിഞ്ഞു പൊട്ടി മച്ചന്മാരെ. അപ്പം നമുക്ക് ഈ എൻഡിലും പിന്നെ പോലെ ഇവിടെ ഒരു ഹോളിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓടുന്ന വെച്ചാൽ നമ്മൾ വെള്ളം വലിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇവിടെ വെള്ളം പമ്പ് ചെയ്ത് വിടാനാണ് കേട്ടോ. അപ്പം നമുക്ക് ആ പണിയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോൾട്ട് കഴിഞ്ഞിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഹോൾട്ടു, പിന്നെ അതുപോലെ ഇവിടെ ഒരു ഹോൾട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ പീസ് പൈപ്പൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് നമ്മൾ ഇവിടെ കയറ്റിക്കാൻ പോണത്. നമ്മൾ ഈ പൈപ്പ് ഇവിടെ കയറ്റിയേക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ വേറൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ചെറുതാണ്, ഇതിലേറെ കുറച്ച് ചെറിയ സൈസിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് MC ഇട്ടേക്കണം കേട്ടോ. അതേപോലെ 2 പൈപ്പ് നമുക്ക് MC ഇട്ടേക്കണം. അപ്പോൾ അച്ഛന്മാരെ നമുക്ക് MC ഒട്ടിക്കാറുണ്ട് ഇനി. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് സൂപ്പർ വെച്ച് കിട്ടോ. അവൻ്റെ സംഭവം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ട് ഞാൻ ഇവിടെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഒട്ടിക്കട്ടോ, ലീക്ക് വരാൻ പാടില്ല. അപ്പോൾ അച്ഛന്മാരെ നമ്മളൊന്നും ഒട്ടിച്ചിട്ടോ. അപ്പോൾ നല്ല ദമ്മാക്കി സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വെക്കുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മഴ ഒട്ടിക്കാട്ടോ. ലീക്കേജ് വരാതെ നോക്കണം. അപ്പോൾ നമ്മൾ 2 ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണി വെച്ചാൽ ഇതിനുള്ളിൽ കയറ്റി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അവിടെ നമ്മളൊരു സംഭവം മോട്ടറിൻ്റെ ബാക്ക് സൈഡത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സംഭവം വാഷർ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഷാഫ്റ്റിനുള്ളിൽ കയറ്റിയേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂപ്പർ കയറ്റി മൂടെ കയ്യോട്ടില്ലോ. ഇവിടെ സംഭവം ജസ്റ്റ് കയറ്റിയേക്കാം. സെറ്റായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് മൂല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പ് തടപ്പ് നമുക്ക് സെറ്റാക്കി വെക്കാം. അതിന് നമ്മൾ സൂപ്പർ ഇട്ടേക്കാം കേട്ടോ. അത് ഇട്ടച്ച് കാണാൻ നമുക്ക് ചെക്കൻ്റെ ഇവിടെ ആവശ്യമുണ്ട്.
മച്ചന്മാരെ അപ്പോൾ നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നമ്മൾ ഒട്ടിച്ചൊക്കെ കേട്ടോ എംസിയിലൊക്കെ വെച്ചിട്ട് പിന്നെ പോലെ ബാക്ക് സൈഡത്തെ സംഭവം ഇതാ അപ്പോൾ മച്ചന്മാരെ നമ്മൾ നേരത്തെ കണ്ട നമ്മളെ ഷാഫ്റ്റ് ആട്ടോ സംഭവം അപ്പോൾ നമ്മൾ ഇതിമേ ട്യൂബ് വെച്ചിട്ടുണ്ട് ഗ്രിപ്പിന് വേണ്ടി നമ്മൾ ട്യൂബ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഷാഫ്റ്റൊക്കെ നമ്മൾ എംസിയിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് നേരെ വർക്കിങ്ങിലേക്ക് കിടക്കാം പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ എൻഡിലാണ് നമ്മളെ വെള്ളം വരുന്നെടുത്ത് അവിടെ നമ്മൾ ഓസിൻ്റെ മറ്റേ കണക്ടർ ചെയ്യില്ല ആ സംഭവം നമ്മൾ എംസിയിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടെ കേട്ടോ അപ്പോൾ മച്ചന്മാരെ നമ്മുടെ വർക്ക് 100% കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓരോന്നായി കാണിച്ചു തരാം ഇപ്പോൾ ഇത് സൈക്കിൾ വെക്കാനുള്ള സ്റ്റാൻഡ് കേട്ടോ ഇനി സൈക്കിൾ കൊടുത്തിട്ട് അത് കാണിച്ചു തരാം അതുപോലെ നമ്മൾ വാട്ടർ പമ്പ് ഇവിടെ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടറും കൊടുത്തിട്ടുണ്ട് വാട്ടർ പമ്പ് അവിടുന്ന് എന്താ പറയുക നീങ്ങാതെ വെക്കാൻ വേണ്ടി ഇവിടെയും ഒരു ചെറിയൊരു സപ്പോർട്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു സപ്പോർട്ടർ കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ അപ്പം നമുക്ക് ഇനി ഇവിടെ സൈക്കിൾ കയറ്റി വെക്കാം കേട്ടോ സൈക്കിൾ മെല്ലെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു നമ്മളൊരു ഹോളല്ല ഒരു ചെറിയൊരു അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെല്ലെ ഇറക്കി വെക്കാം കേട്ടോ സ്റ്റാൻഡ് വെക്കാം മെല്ലെ ഇറക്കി വെക്കാം അപ്പോൾ സംഭവം ഇറങ്ങിയിട്ടുണ്ടോ ഇനി നമ്മളിങ്ങനെ ഇത് ചവിട്ടുമ്പോൾ സാധനം കറങ്ങും അപ്പോൾ നമ്മൾ ടയർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ കറങ്ങുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫാനും അതുപോലെ ലീഫും അത് കറങ്ങുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് ഇതിൽ കൂടെ പുറത്തേക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുക അതാണ് ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് കേട്ടോ അപ്പോൾ മച്ചന്മാർ നമുക്ക് ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഈ പൈപ്പിലേക്ക് വെള്ളം ഒഴിച്ചാലേ പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ അതിൽ വെള്ളം നിറഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ വലിച്ചെടുക്കാൻ അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആക്കിയിട്ട് നമുക്ക് നേരെ ഇതൊക്കെ ഇറക്കി വെച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് സൈക്കിളിന്മേൽ കയറിയിട്ട് ചവിട്ടി വെക്കാം കേട്ടോ ഗൈസ് അയ്യോ നല്ല ഹൈറ്റാണ് ഈ സൈക്കിൾ മച്ചന്മാരെ അപ്പോൾ നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പ് പ്രവർത്തിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സൈക്കിള് അപ്പോൾ എന്താ പറയുക നമ്മുടെ വാട്ടർ പമ്പ് ഒക്കെ സെറ്റാട്ടോ നമ്മുടെ സൈക്കിൾ വാട്ടർ പമ്പ് 100% വർക്കിംഗ് ആണ് ചെറിയ രീതിയിൽ ലീക്കും കേട്ടോ അത് നമ്മളെ എംസിയിൽ ഒട്ടിച്ചുള്ള പേവാണ് അപ്പോൾ 100% വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് നമ്മൾ സാധാ മോട്ടർ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിക്ക് പവർ കിട്ടുന്നുണ്ടോ ഇതൊന്നും ആവില്ല നല്ലൊരു ദമ്മിൽ പവർ കിട്ടും മച്ചന്മാരപ്പോൾ ഇന്നത്തെ വീഡിയോ തിരികെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഈ ഹാൻഡ്മെയ്ഡ് മോട്ടർ കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും കേടന്ന മോട്ടർ അപ്പോൾ അത് വെച്ചാൽ കുറച്ചും കൂടെ പവർ കൂടുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരികെ അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോ നമുക്ക് ഇനിയും കാണാം അതായിരിക്കും ഗുഡ് ബൈ